ഇറാന്റെ മിസൈൽ ആസ്ഥാനം ആക്രമിക്കാൻ യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ട്. ആക്രമണത്തിന് പ്രസിഡന്റ് ഉത്തരവിട്ടതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാനെതിരെ യു.എസ്. ഇസ്രായേൽ നടത്തിവരുന്ന സംയുക്ത സായുധ നടപടിയെക്കുറിച്ചുള്ള വാർത്താസമ്മേളനത്തിലാണ് നഫഷർ നസ്സര കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് ദൌത്യമെന്നും അഡ്മിറൽ ബ്രാഡ് കൂപ്പർ കൂട്ടിച്ചേർത്തു. ഇറാന്റെ മിസൈൽ പദ്ധതിയുടെ ദീർഘകാല ശേഷിയും പുനർനിർമ്മാണവും ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനിയൻ നാവികസേനയെ മുഴുവൻ മുക്കിക്കളയുന്ന ദൌത്യത്തിൽ നിന്ന് യു.എസ്. സേന പിന്മാറില്ലെന്നും അഡ്മിറൽ കൂപ്പർ പ്രസ്താവിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ വിമാനവാഹിനി കപ്പലിന്റെ വലുപ്പമുള്ള ഡ്രോൺ വാഹിനിയെയാണ് ലക്ഷ്യമിട്ടതെന്നും അതിനെ മുക്കിയതായും അദ്ദേഹം പറഞ്ഞു. എക്സ് പോസ്റ്റിലൂടെ നാവിക പോരാട്ടത്തിന്റെ കൃത്യമായ സ്ഥലം ഔദ്യോഗിക പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നില്ലെങ്കിലും സൈനിക നീക്കത്തിന്റെ ദൃശ്യങ്ങൾ നഫഷർ നസ്സര പുറത്തുവിട്ടു. വീഡിയോയിൽ ഇറാനിയൻ കപ്പൽ യു.എസ്. സേനയുടെ നേരിട്ടുള്ള ആക്രമണത്തിൽ പുകയിൽ മുങ്ങിയതായാണ് കാണിച്ചിരിക്കുന്നത്. ഈ നാവിക ആക്രമണങ്ങൾക്ക് പുറമെ കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ ഏകദേശം 200 ഇറാനിയൻ ലക്ഷ്യങ്ങൾ അമേരിക്ക ആക്രമിച്ചതായി നഫഷർ നസ്സര കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ പറഞ്ഞു. ടെഹ്റാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണശേഷി ഗണ്യമായി കുറഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നറിയപ്പെടുന്ന സൈനിക നടപടിയുടെ വ്യാപ്തിയെക്കുറിച്ച് കൂപ്പർ വിശദീകരിച്ചു. ഇറാനിയൻ മിസൈൽ ലോഞ്ചറുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ യു.എസിന്റെ ബോംബർ സേന ഇറാനിൽ ഏകദേശം 200 ലക്ഷ്യങ്ങൾ ആക്രമിച്ചു. കഴിഞ്ഞ 1 മണിക്കൂറിനുള്ളിൽ യു.എസ്. B-2 സ്പിരിറ്റ് ബോംബറുകൾ ഇറാന്റെ ഭൂഗർഭ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഡസൻ കണക്കിന് 2000 പൗണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചു എന്ന് കൂപ്പർ പറഞ്ഞു. ആക്രമണങ്ങൾ ആരംഭിച്ചതിനു ശേഷം ഇറാനിയൻ പ്രത്യാക്രമണങ്ങളുടെ വ്യാപ്തി കുത്തനെ കുറഞ്ഞതായി കൂപ്പർ പറഞ്ഞു. ദൌത്യത്തിന്റെ തുടക്കവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ 90%, ഡ്രോൺ ആക്രമണങ്ങൾ 83% കുറഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങൾ അവർക്കുള്ളത് ആക്രമിക്കുക മാത്രമല്ല, പുനർനിർമ്മിക്കാനുള്ള അവരുടെ കഴിവും നശിപ്പിക്കുകയാണ്. ഭാവിയിൽ ഇറാനിയൻ മിസൈൽ ഉൽപാദന ശേഷി ഞങ്ങൾ പൂർണ്ണമായും തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇറാനുമായുള്ള യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാനാണ് തന്റെ ഭരണകൂടം ലക്ഷ്യമിടുന്നതെന്നും അതിനുശേഷം അമേരിക്ക ക്യൂബയെക്കുറിച്ച് ആലോചിക്കുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പശ്ചിമേഷ്യയിൽ ഇറാനുമായുള്ള സംഘർഷം പരിഹരിക്കുന്നതിലാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കണം, അത് കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ക്യൂബയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. ക്യൂബൻ ഭരണകൂടം അമേരിക്കയുമായി ചർച്ചകൾക്കും കരാറുകൾക്കും അതീവ താൽപര്യം കാണിക്കുന്നുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു. ക്യൂബ ഒരു കരാറിനായി അത്രമേൽ ആഗ്രഹിക്കുന്നുവെന്നും അമേരിക്കയിലുള്ള ക്യൂബൻ വംശജർക്ക് ഒടുവിൽ തങ്ങളുടെ ദ്വീപിലേക്ക് തന്നെ മടങ്ങാൻ കഴിയുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാനിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെ ശനിയാഴ്ച നടന്ന മിസൈൽ ആക്രമണത്തിന് പിന്നിൽ അമേരിക്കൻ സൈന്യമാകാൻ സാധ്യതയെന്ന് വിഷയത്തിൽ അന്വേഷണം നടത്തുന്ന യു.എസ്. സൈനിക അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. 165ഓളം കുട്ടികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പ്രാഥമിക നിഗമനങ്ങൾ യു.എസ്. സേനയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിലും അന്തിമ നിഗമനത്തിൽ എത്തിയിട്ടില്ലെന്നും മുതിർന്ന അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. യു.എസ്. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് സംഭവത്തിൽ സൈനിക അന്വേഷണം നടക്കുന്നതായി സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഏത് തരത്തിലുള്ള സ്ഫോടന വസ്തുക്കളാണ് ഉപയോഗിച്ചതെന്നോ ആക്രമണത്തിന് പിന്നിലെ കൃത്യമായ കാരണമെന്തെന്നോ ഉള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇറാനിലെ മീനാബിലുള്ള പെൺകുട്ടികളുടെ പള്ളിക്കൂടമാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആദ്യ ദിനത്തിലെ ആക്രമണത്തിനിടെ തകർന്നത്. മരിച്ചവരിൽ ഭൂരിഭാഗവും 7-നും 12-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളാണ്. 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.